ഈ ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല ലോക സംസ്കാരത്തിൽ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, ചരിത്രപരമായും സംസ്കാരപരമായും ഒക്കെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് ഇറാൻ. ലോകത്തിൻ്റെ തന്നെ ഒരുപാട് സംസ്കാരങ്ങളും വിശ്വപ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് വീരപുരുഷന്മാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ ഒരു പ്രദേശത്താണ് സൈറസ് ദ ഗ്രേറ്റ് ജീവിച്ചിരുന്നത്. ഈ ആക്കമേനിഡ് പേർഷ്യൻ എംപയർ സ്ഥാപിക്കുന്നത് അദ്ദേഹമാണ് BC 600-530 ആ ഒരു കാലഘട്ടത്തിൽ. ഈ സൈറസ് ദ ഗ്രേറ്റിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ അദ്ദേഹം ദുൽഖർനൈൻ ആണ് എന്ന് പറയാറുണ്ട്. കാരണം ഇദ്ദേഹം ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു, നീതിമാനായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു, മതപരമായ കാര്യങ്ങളെ സ്വീകരിക്കുകയും അത് അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തെ ദുൽഖർനൈൻ ആണ് എന്ന് പറയാറുണ്ട്. ഈ 2 കൊമ്പ് എന്നത് കിഴക്കും പടിഞ്ഞാറും ഭരണം നടത്തിയ വ്യക്തി എന്ന സൂചനയാണ് എന്നാണ്. അക്കാലത്ത് അവരുടെ മതവിശ്വാസം എന്ന് പറയുന്നത് സൊറോസ്ട്രിയനിസം ആയിരുന്നു. അഹൂറ മസ്ദ എന്ന ഒരു ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടരാണ് സൊറോസ്ട്രിയൻസ്. സെറതൂഷ്ട്ര അല്ലെങ്കിൽ സൊറോസ്റ്റർ എന്ന ഒരു അവധൂതനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രവാചകനിൽ നിന്നാണ് ഈ സൊറോസ്ട്രിയനിസം എന്ന മതം ഉണ്ടായിട്ടുള്ളത്. ഇത് പേർഷ്യക്കാരുടെ ആദ്യകാലത്തെ മതമായിരുന്നു. ഈ സൈറസ് ദ ഗ്രേറ്റും അന്നുണ്ടായിരുന്ന ഭരണാധികാരികളൊക്കെ ഈ സൊറോസ്ട്രിയനിസം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മതത്തെ സ്വീകരിച്ചിരുന്ന വ്യക്തികളായിരുന്നു. ഈ മുസ്ലിങ്ങൾ സൊറോസ്ട്രിയൻസിനെ അഹ്ലു കിതാബായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പരിഗണിച്ചിരുന്ന അതേ രീതിയിലാണ് സൊറോസ്ട്രിയൻസിനെയും പരിഗണിച്ചിരുന്നത്. അതായത് കിതാബ് നൽകപ്പെട്ട എന്നുള്ള രീതിയിൽ അഹ്ലു കിതാബായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പരിശുദ്ധ പ്രവാചകൻ്റെ കാലത്ത് ഈ പേർഷ്യൻ പ്രദേശം സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. 225 മുതൽ 650 വരെയുള്ള കാലഘട്ടം. അക്കാലത്താണ് പരിശുദ്ധ പ്രവാചകൻ അറേബ്യക്ക് ചുറ്റുമുള്ള ഭരണാധികാരികൾക്ക് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം എഴുതി അയക്കുന്നത്. അക്കാലത്ത് പേർഷ്യ ഭരിച്ചിരുന്നത് ഖിസ്രോ ബർവേസ് എന്ന ഒരു രാജാവായിരുന്നു, ഖിസ്ര. റസൂല് പേർഷ്യൻ ഭരണാധികാരിക്കും അത്തരത്തിലൊരു സന്ദേശം കൊടുത്തു വിടുന്നുണ്ട്. ഇത് പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്, നമുക്കറിയാവുന്നതാണ്. ഈ ഖിസ്രോക്ക് പ്രവാചകൻ്റെ ഈ ഒരു സന്ദേശം ലഭിക്കുകയും അയാളത് വലിച്ച് പിച്ചിച്ചീന്തി കളയുകയും ചെയ്തു എന്നാണ്. അങ്ങനെയാണ് റസൂൽ പറയുന്നത്, നീ ആ സന്ദേശം വലിച്ചു കീറിക്കളഞ്ഞതുപോലെ നിൻ്റെ സാമ്രാജ്യം റബ്ബ് വലിച്ചു കീറിക്കളയും എന്ന് പറഞ്ഞു. എൻ്റെ സന്ദേശം വലിച്ചു കീറിയതുപോലെ നിൻ്റെ സാമ്രാജ്യവും റബ്ബ് നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞു. ഇത് പേർഷ്യയുടെ ഒരു അധപ്പതനത്തിൻ്റെ ഒരു പ്രവചനം പോലെയാണ്. അതായത് 1200 വർഷങ്ങളായിട്ട് വ്യത്യസ്ത രാജവംശങ്ങളുടെ കീഴിൽ നിലനിന്നിരുന്ന പേർഷ്യൻ സാമ്രാജ്യം നാമാവശേഷമാവുകയാണ് ഒരു ദശാബ്ദത്തിനുള്ളിലായിട്ട്. അതിനു മുമ്പ് പേർഷ്യക്കാരും റോമക്കാരും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. സസാനിയൻ സാമ്രാജ്യവും ബൈസന്റീനും തമ്മിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതാണ്ട് 400 വർഷക്കാലം അവർ യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവർ നിലനിന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് അതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കൂട്ടർ മുസ്ലിങ്ങൾ വന്നിട്ട് ഈ 2 വലിയ സാമ്രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളാണ് ബൈസന്റീൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും സസാനിയൻ സാമ്രാജ്യവും. അവർക്കെതിരെയാണ് മുസ്ലിങ്ങൾ വന്നിട്ട് യുദ്ധം ചെയ്യുന്നത്. ബൈസന്റീൻ സാമ്രാജ്യത്തിൻ്റെ സിംഹഭാഗവും അതിനു മുമ്പ് സസാനിയൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടും അങ്ങനെ മുസ്ലിങ്ങൾ കീഴടക്കുകയാണ്. സസാനിയൻ സാമ്രാജ്യം അതോടുകൂടിയിട്ട് ഇല്ലാതാവുകയാണ്. എൻ്റെ ആ സന്ദേശം നീ വലിച്ചു കീറിയതുപോലെ നിൻ്റെ സാമ്രാജ്യവും അള്ളാഹു വലിച്ചു കീറും. ഇത് സംഭവിക്കുകയാണ്. ഖാദിസിയ യുദ്ധം സാദ് ബിൻ അബി വക്കാസിൻ്റെ നേതൃത്വത്തിൽ 636 പ്രവാചകൻ്റെ വഫാത്തിൻ്റെ 4ാമത്തെ വർഷം 636. അങ്ങനെ ഈ ഒരു പ്രദേശം ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായി. ഈ ഒരു സമയത്ത് പേർഷ്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇറാൻ്റെ ആ ഒരു ഭൂപ്രദേശം മാത്രമല്ല, പരന്നു കിടക്കുന്ന ആ ഒരു സംസ്കാരത്തെയാണ് ഇറാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇറാന് മാത്രമല്ല, ഇറാഖ്, സൗദിയുടെ കുറേ പ്രദേശങ്ങൾ, അപ്പുറത്ത് ജോർജിയ, അലക്സാണ്ട്രിയ, ഇപ്പുറത്ത് അഫ്ഗാനും പാകിസ്ഥാനും അടക്കം പേർഷ്യയുടെ ഭാഗമാണ്. പേർഷ്യക്കാരുടെ അന്നത്തെ തലസ്ഥാനം സ്റ്റെസിഫോണാണ്, മദായിൻ എന്ന് പറയും. ഇതുണ്ടായിരുന്നത് ഇന്നത്തെ ബാഗ്ദാദിൻ്റെ ഉള്ളിലായിരുന്നു, ഇറാഖിൽ. ഈ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തും തലസ്ഥാനം ഈ ഒരു പ്രദേശത്തേക്ക് മാറ്റുന്നുണ്ട്, കൂഫയിലേക്ക്. ഇത് അടുത്ത പ്രദേശം തന്നെയാണ്.
ഇതിനുശേഷമാണ് പിന്നീട് ഉമവിയാക്കൾ ഭരണം നടത്തുന്നത്. ഉമവിയാക്കൾ ഏതാണ്ട് 90 വർഷക്കാലം ഭരണം നടത്തുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പേർഷ്യക്കാർ കാര്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് മാറുന്നില്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം 10% താഴെ മാത്രമാണ് ഉമവിയാക്കളുടെ കാലത്ത് ഇറാനികൾ മുസ്ലിങ്ങളായിട്ടുള്ളത്. 10% താഴെ. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അത് ഉമവിയാക്കളുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. ഈ പുതുവിശ്വാസികളെ അവർ പരിഗണിച്ചിരുന്ന ഒരു രീതി അത്തരത്തിലാണ്. ഈ അറബ് മുസ്ലിങ്ങൾക്ക് കിട്ടിയിരുന്ന പല ആനുകൂല്യങ്ങളും ഈ പുതുവിശ്വാസികൾക്ക് അവർ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ 10% താഴെ മാത്രമാണ് ആ സമയത്ത് പേർഷ്യയിൽ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അബ്ബാസിയക്കാരുടെ ഭരണം വന്നു. അബ്ബാസിയക്കാർ വീണ്ടും തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. ഈ ഉമവിയാക്കളുടെ തലസ്ഥാനം ഉണ്ടായിരുന്നത് സിറിയയിലാണ്, ഡമാസ്കസിലാണ്. അബ്ബാസിയക്കാർ അത് ബാഗ്ദാദിലേക്ക് മാറ്റി. ഈ അബ്ബാസിയക്കാർ ഭരണം ഏറ്റെടുത്തപ്പോൾ ഈ പുതുവിശ്വാസികളെ പരിഗണിച്ചിരുന്ന രീതി മാറി. അതായത് ഈ അനറബികളായിട്ടുള്ള ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ച് വരുമ്പോൾ അവരെ മറ്റ് മുസ്ലിങ്ങളുടെ അതേ രീതിയിൽ പരിഗണിക്കാൻ തുടങ്ങി. ഉമവിയാക്കൾക്ക് ഈ രീതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അബ്ബാസിയക്കാരുടെ കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച് വരുന്ന ആളുകളുടെ എണ്ണം അത്ഭുതകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ച് വരാൻ തുടങ്ങി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ 90% പേർഷ്യക്കാരും ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിങ്ങളായി എന്നാണ്. ഇതൊന്നും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടുള്ളതല്ല. അവർ സ്വമേധയാ അറിഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ച് വന്നിട്ടുള്ളതാണ്. വാളുകൊണ്ട് വളർത്തപ്പെട്ടിട്ടുള്ള ഒരു മതമല്ല എന്നർത്ഥം. അതൊരു മിഥ്യാധാരണയാണ്. അങ്ങനെയാണെങ്കിൽ ഉമവിയാക്കൾ അവർ ഒരു മയമില്ലാത്ത ആളുകളായിരുന്നു. നിർദ്ദയമായിട്ട് ഭരണം നടത്തിയിരുന്ന ആളുകളാണ്. പക്ഷേ ആ സമയത്ത് 10% താഴെ മാത്രമാണ് മതപരിവർത്തനം നടന്നിട്ടുള്ളത്. അത് അബ്ബാസിയക്കാരുടെ കാലഘട്ടമായപ്പോൾ 90% കൂടി. ആ ഒരു പോളിസിയിലുള്ള വ്യത്യാസമാണ്. ഏതാണ്ട് 100% എന്ന് തന്നെ പറയാം. കാരണം അവരെ തുല്യമായ രീതിയിലാണ് പരിഗണിച്ചിരുന്നത്. അങ്ങനെ പേർഷ്യയിലുണ്ടായിരുന്ന സൊറോസ്ട്രിയൻസ് ഗണ്യമായി കുറഞ്ഞു. പേർഷ്യയുടെ സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറയുന്നത് സൊറോസ്ട്രിയനിസം മാറി ഇസ്ലാം മതമായി. സൊറോസ്ട്രിയൻ അമ്പലങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിം പള്ളികളായിട്ട് മാറി. ആ സമയത്ത് ആ ഒരു കൾച്ചറിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് തീരുമാനിച്ച കുറേയേറെ സൊറോസ്ട്രിയൻ വിശ്വാസികൾ ആ സമയത്ത് പേർഷ്യ വിട്ട് പലായനം ചെയ്ത് പോകുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്ത് പോകുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് സംഭവിച്ചിട്ടുള്ളത് അബ്ബാസിയക്കാരുടെ കാലത്താണ്. ഇവർ പേർഷ്യയിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് പോയി. ഇന്നും നമ്മുടെ നാട്ടിൽ ഈ ബോംബെയിലും ഗുജറാത്തിലൊക്കെ ഈ കൂട്ടരുണ്ട്. പാർസികൾ എന്നാണ് ഇവരെ പറയുന്നത്. ഇവർ പഴയകാല പേർഷ്യക്കാരാണ്. അവരിന്നും സൊറോസ്ട്രിയൻസാണ്. ആ ഒരു മതവും ആചാരവും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ്. മാത്രമല്ല ഇറാനിലുള്ള പ്രധാനപ്പെട്ട മിക്കവാറും ആഘോഷങ്ങൾ ഈ കൂട്ടർ ഇന്നും ഇന്ത്യയിൽ കൊണ്ടാടുന്നുണ്ട്. നവറൂസ്, ഈ ഇറാനിയൻ ന്യൂ ഇയർ അടക്കമുള്ള ആഘോഷങ്ങൾ ഇവർ കൊണ്ടാടുന്നുണ്ട്. അവർ പാർസികളാണ്, ആ പഴയ ഇറാനികളാണ്. നമ്മുടെ ടാറ്റ ഗ്രൂപ്പ്, ആ ഒരു കുടുംബം, ടാറ്റ കുടുംബം, അവർ പാർസികളാണ്. അവരെന്നാ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഇറാനികളുടെ പിൻഗാമികളാണ്. ആ ഒരു പരമ്പരയാണ്. രത്തൻ ടാറ്റ പാർസികളാണ്, സൊറോസ്ട്രിയൻസാണ്. ഇന്ന് നാം അറിയുന്ന ഇസ്ലാം മതത്തിൻ്റെ രൂപീകരണം അത് ഇറാനികളുടെ സംഭാവനയാണ്. നമുക്കറിയാവുന്ന മിക്കവാറും ഉലമാക്കൾ, ആലിമീങ്ങൾ, ഇസ്ലാമിക പണ്ഡിതന്മാർ അവർ പേർഷ്യക്കാരാണ്. പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്. സൽമാൻ ഫാരിസി അടക്കമുള്ള കുറച്ച് സ്വഹാബാക്കൾ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിലിരുന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വിജ്ഞാനം അത് വിദൂരതയിലുള്ള ഒരു നക്ഷത്രത്തിലായിരുന്നാൽ പോലും ഈ കൂട്ടർ അത് പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഈ സമയത്ത് റസൂല് സൽമാൻ ഫാരിസിയുടെ മേൽ കൈവച്ചിട്ട് ഈ കൂട്ടർ എന്നുള്ളത് കൊണ്ട് സൽമാനിൽ ഫാരിസിയുടെ നാട്ടുകാർ അഥവാ പേർഷ്യക്കാരെയാണ് ഉദ്ദേശിച്ചത് എന്നാണ്. വിജ്ഞാനം അത് വിദൂരതയിലുള്ള ഒരു നക്ഷത്രത്തിലായിരുന്നാൽ പോലും പേർഷ്യക്കാർ അത് പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഇസ്ലാം മതത്തിലേക്കുള്ള പേർഷ്യക്കാരുടെ സംഭാവന എന്ന് പറയുന്നത് ചെറുതല്ല. അറബി ഭാഷ ക്രോഡീകരിക്കുന്നത് പേർഷ്യക്കാരാണ്. അതിൻ്റെ ഗ്രാമർ, സിൻടാക്സ്, സ്ക്രിപ്റ്റ് ഇതൊക്കെ ഇറാനികളുടെ സംഭാവനയാണ്. ഫാദർ ഓഫ് അറബിക് ഗ്രാമർ സീബാവേ ഇറാനിയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് പേർഷ്യനാണ്. അദ്ദേഹം ഇറാനിയാണ്. അറബിക് ഗ്രാമറിൻ്റെ ആദ്യത്തെ സമഗ്ര ഗ്രന്ഥം രചിക്കുന്നത് അദ്ദേഹമാണ്, സീബാവേ. ഇത് ഭാഷയുടെ കാര്യത്തിൽ. ഇനി ഹദീസ് പണ്ഡിതന്മാരെ നോക്കിയാൽ ഭൂരിഭാഗവും ഇറാനികളാണ്. നമുക്കറിയാവുന്ന ഇമാം ബുഖാരി പേർഷ്യക്കാരനാണ്. ഇമാം മുസ്ലിം നിഷാപൂർ ഇറാനിയാണ്.
ഇമാം തിർമിദി, ഇമാം നിസായി, ഇബ്നു മാജ, ഇമാം അബൂ ദാവൂദ് ഒക്കെ ഇറാനികളാണ്. മദ്ഹബി പണ്ഡിതൻ ഇമാം അബൂ ഹനീഫ, ഹനഫി മദ്ഹബിൻ്റെ പേർഷ്യക്കാരനാണ്. തഫ്സീറിൻ്റെ ഇമാം ത്വബരി ഇറാനിയാണ്. സമഖ്ശരി, ഫഖ്റുദ്ദീൻ റാസി പേർഷ്യക്കാരനാണ്, റാസി ഇമാം. അൽ ബൈദാവി, അൽ ബഗവി. ഇനി ഇമാം അൽ അഷ്വരി പേർഷ്യക്കാരനാണ്. ഒസാലി ഇമാം, ഹുജ്ജത്തുൽ ഇസ്ലാം ഇറാനിയാണ്. ഇസ്ലാമിൻ്റെ മഹാകവികളായിട്ടുള്ള ഫിർദൗസി, ഹാഫിദ് ഷിറാസി, ജലാലുദ്ദീൻ റൂമി പേർഷ്യക്കാരനാണ്. ഒക്കെ ഇറാനികളാണ്. ഇവരൊന്നും കാവ്യങ്ങൾ രചിച്ചത് പോലും അറബിയിലല്ല, പേർഷ്യൻ ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ അറബി കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയായിരുന്നു അക്കാലത്ത്. അതുകൊണ്ടാണ് അല്ലാമ ഇക്ബാലൊക്കെ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് പേർഷ്യൻ ഭാഷയിലായിരുന്നു. ഇനി തസവുഫിൻ്റെ പട്ടിക നോക്കിയാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, മുഹിദ്ദീൻ ഷെയ്ഖ് ഇറാനിയാണ്. റിഫായി ഷെയ്ഖ്, ബഹാവുദ്ദീൻ നക്ഷബന്ദ്, ഹല്ലാജ്, അജ്മീർ ഖാജ, സുൽത്താനുൽ ഹിന്ദ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ആള് ഇറാനിയാണ്. ഇസ്ലാം മതത്തിൽ ഇറാനികളുടെ സംഭാവന എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. ഇസ്ലാം മതത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു രൂപം എന്ന് പറയുന്നത് അത് ഇറാനികളുടെ സംഭാവന തന്നെയാണ്. ഇനി ഞാൻ ഈ പറയപ്പെട്ട ഈ വലിയ പേരുകളൊക്കെ അത് സുന്നി ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പേരുകളാണ്. പക്ഷെ നമുക്കറിയാവുന്ന ഇറാൻ എന്ന് പറയുന്നത് ഷിയാക്കളുടെ നാടാണ്. ആദ്യകാലത്തൊന്നും ഈ ഇറാനിൽ ഷിയാക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛ ശതമാനം, ഒരു 5% താഴെ മാത്രമാണ് ഷിയാക്കൾ ഉണ്ടായിരുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഒരു 500 വർഷം മുൻപ് വരെ, 1501 വരെ അതങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇറാനിൽ സുന്നികൾ മാറി ഷിയാക്കൾ ആകുന്നത്. അതായത് ഇറാനിൽ 5% മാത്രം ഉണ്ടായിരുന്ന ഷിയാക്കൾ ഏതാണ്ട് ഒരു 150 വർഷങ്ങൾക്കുള്ളിലായിട്ട് 95% ഇത്നാശ്രികൾ എന്ന് പറയുന്ന ഷിയാക്കളായി മാറണം. ഇത് എങ്ങനെയാണ് മറിയുന്നത് എന്നുള്ളത് വ്യത്യസ്തമായ മറ്റൊരു സംഭവമാണ്. അത് പിന്നെ പറയാം. അങ്ങനെ